ദി ഗ്രേറ്റ് ഖലിയുടെ മേലുള്ള കുറ്റാരോപണം ഇദ്ദേഹം വയലൻസ് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്. ഖലി ഇവിടെ മഹാത്മാഗാന്ധി ജനിച്ച സ്ഥലമല്ലേ, ഇവിടെ അഹിംസയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. പക്ഷേ താങ്കളുടെ ഷോ കണ്ടതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള കൊച്ചു കുട്ടികൾ പോലും എന്തിന് പരസ്പരം കുത്താൻ തുടങ്ങി. എൻ്റെ അഭിപ്രായത്തിൽ ഇത് നല്ല കാര്യമാണ്. അതായത് ഒരാൾ ഒരു കവിളത്തടിച്ചാൽ മറ്റേ ആൾ മറു കവിളത്തടിക്കും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്തേക്കണം. അതാ നല്ലത്. ഇപ്പോഴാരും അടിക്കുന്നില്ല, ഡയറക്റ്റായിട്ട് കുത്തിയിട്ട് രക്തം എങ്ങനെ വരുന്നെന്നാണ് നോക്കുന്നത്. അത് നല്ല കാര്യമാണ്. ഒരാൾക്ക് അത്രയും ദേഷ്യം വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ അവരുടെ ഫീൽഡിൽ റെസ്ലിംഗ് ചെയ്യണം. അവിടെ ഇടിക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് ഞാൻ ആവശ്യമില്ലാതെ ആരെയും അടിക്കാനല്ല പറയുന്നത്. ഒരു പക്ഷേ ആ വ്യക്തിക്ക് അടി കൊടുക്കേണ്ട ആളാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൊടുക്കാം. റിങ്ങിന് പുറത്ത് വെച്ച് താങ്കൾ ആരെങ്കിലും അടിച്ചിട്ടുണ്ടോ? ഇപ്പോഴൊന്നും ആരും അടിച്ചിട്ടില്ല. എന്തെങ്കിലും താങ്കളുടെ കൈയുടെ ചൂടറിഞ്ഞ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഞാനൊരു കാര്യം വായിച്ചിരുന്നു. ബ്രെയിൻ എന്ന് പേരുള്ള ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ഖലി ട്രെയിനിങ്ങിന്റെ സമയത്ത് അദ്ദേഹത്തെ ഒരു ഫ്ലാപ്പ് ജാക്ക് അടിച്ചു. അതോടെ അദ്ദേഹം മരിച്ചുപോയി. അതെ, അത് സത്യമാണ്. പക്ഷെ അത് പുറത്തല്ല, റിങ്ങിനകത്തായിരുന്നു. പുറത്തൊരിക്കലും അങ്ങനെ സംഭവിച്ചിട്ടില്ല. എല്ലാം റിങ്ങിനകത്തായിരുന്നു. പിന്നെ കാലിഫോർണിയയിൽ സംഭവിച്ചു, സാൻ ഫ്രാൻസിസ്കോയിലും അങ്ങനെ സംഭവിച്ചു. അന്ന് അങ്ങനെ സംഭവിച്ചു പോയി. എന്താണ് സംഭവിച്ചത്? അവിടെയും ഇതാണ് സംഭവിച്ചത്. അവിടെ ഒരു സ്പൈൻ ഫാസ്റ്റൻ ചെയ്തതു അദ്ദേഹത്തിൻ്റെ തല താഴെ അടിച്ചു. അതോടെ കഴിഞ്ഞു. അപ്പോൾ താങ്കൾ ശരിക്കും സങ്കടപ്പെട്ടോ? അത് ഖേദകരമായിരുന്നു. ഞാൻ സങ്കടപ്പെട്ടു. പക്ഷെ അത് സ്പോർട്സ് അല്ലേ. മറ്റുള്ളവർ താങ്കളെ അടിക്കുന്ന സമയത്ത് താങ്കൾക്ക് ശരിക്കും പരിക്ക് പറ്റി കാണുമല്ലോ. അതെ, തീർച്ചയായിട്ടും പരിക്ക് പറ്റും. അങ്ങനെയാണെങ്കിൽ ശരീരത്തിൽ നിറയെ പരിക്കുകൾ പറ്റി കാണുമല്ലോ. എനിക്ക് ഒരുപാട് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. തലയില്, കാലില്, പുറകില്, എല്ലാ സ്ഥലത്തും. എല്ലാ റെസ്ലേഴ്സിനും പരിക്ക് പറ്റും. എനിക്കല്ല, എല്ലാവർക്കും. അങ്ങനെയാണെങ്കിൽ താങ്കളുടെ ഭാര്യ പറഞ്ഞിട്ടേ അല്ലേ വേണ്ട, ഈ പണിക്കൊന്നും പോകണ്ട, ഇതൊക്കെ വിടാൻ, അങ്ങനെയൊന്നും പറഞ്ഞില്ല? അതെ, അവള് ദിവസവും പറയും ഇത് വിട്ടേക്കൂന്ന്, ഈ റെസ്ലിംഗ് വിട്ടേക്കൂന്ന്. അവള് ദിവസവും പറയും ഈ റെസ്ലിംഗ് വേണ്ട, വിട്ടേക്കൂന്ന്. പക്ഷേ ഇത് എൻ്റെ ഇൻട്രസ്റ്റാണ്, റെസ്ലിംഗ് ചെയ്യണമെന്ന്. താങ്കൾ നിർത്താൻ പോകുന്നില്ല? തീർച്ചയായിട്ടും നിർത്തില്ല. ഞാനും വിടില്ല. തീർച്ചയായിട്ടും മറ്റുള്ളവർക്കും പഠിപ്പിച്ചു കൊടുക്കും. ഞങ്ങൾ താങ്കളോട് വയലൻസിനെ കുറിച്ച് സംസാരിച്ചു, ഹിംസയെക്കുറിച്ച് സംസാരിച്ചു, അടി വാങ്ങുന്നതിനെക്കുറിച്ച് സംസാരിച്ചു. ഇതിനെല്ലാം ഉപരി താങ്കൾ റിങ്ങിൽ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. ഈ റെസ്ലിംഗ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് കിസ്സിംഗ് ഒക്കെ വന്നത്? അതായത് എല്ലാവരും എന്നെ എങ്ങനെ കാണണമെന്ന് വിചാരിക്കുന്നുവോ ആ രൂപത്തിൽ ഞാൻ അവരുടെ കണ്ണിൽ കാണും. ഞാൻ താങ്കളെക്കുറിച്ച് റിസർച്ച് ചെയ്തുകൊണ്ടേയിരുന്ന സമയത്ത് യൂട്യൂബിൽ ഈ കാര്യം കണ്ടു. റെസ്ലിംഗിന്റെ പല വീഡിയോകൾ കാണുമ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഖലി കൂടുതലും ചെയ്യുന്നത് കിസ്സിംഗ് ആണ്, അല്ലാതെ റെസ്ലിംഗ് അല്ല. അപ്പോൾ അതിൽ എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ള സ്ത്രീകളും ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. അതായത് ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, അതായത് 6 മുതൽ 60 വരെ. ഇതൊക്കെ കാണുമ്പോൾ താങ്കളുടെ വൈഫ് എന്താണ് പറയുന്നത്? ഞാൻ അവളോട് പറയും, വിടുമോളോ, ഇതൊക്കെ ഒരു കാര്യമല്ല. അതൊക്കെ വെറും ക്യാമറ ട്രിക്കാണെന്ന് ഞാൻ അവളോട് പറയും. വെറും ക്യാമറ ട്രിക്കാണ്, അവരെന്താ ചെയ്യുന്നതെന്ന് എനിക്ക് പോലും അറിയില്ലെന്ന് പറയും. അതൊന്നും കെയർ ചെയ്യേണ്ട, വിട്ടേക്കെന്ന് പറയും. താങ്കൾ ഭാര്യയോട് ഇത് ക്യാമറ ട്രിക്കാണെന്ന് പറയുമ്പോൾ അവരതങ്ങ് വിശ്വസിക്കൂ? അതെ, അങ്ങനെ പറയുമ്പോൾ അവളത് വിശ്വസിക്കും. അവൾ വളരെ നല്ലവളാ. അതുകൊണ്ടാണ് പറയുന്നത് ഷീസ് ദ ബെസ്റ്റ്. എനിക്ക് അവൾ സ്പെഷ്യലാണ്. അല്ല, താങ്കൾക്ക് പേഴ്സണലായിട്ട് ഏതാണ് ഇഷ്ടം? ഈ അടിതടിയാണോ അതോ കിസ്സിംഗ് ആണോ? അതിൽ നിങ്ങൾക്ക് എന്താ ഇഷ്ടം? നിങ്ങൾ എന്നെ പറയാം. ശരി, നിങ്ങൾ പറയും. അവർ രണ്ടും വേണമെന്ന് പറയും. നിങ്ങൾക്ക് എന്താണ് ഇഷ്ടം?
ഇന്ന് പറയാനുള്ള സന്ദർഭം താങ്കൾക്ക് മാത്രമാണ്. ഞാൻ വെറും ചോദ്യം മാത്രമേ ഉള്ളൂ. ശരി, താങ്കളോടൊപ്പം ചോദിക്കൂ. എപ്പോഴും കുള്ളമായിട്ട് ഒരാൾ കാണുള്ളൂ. അദ്ദേഹത്തിന്റെ പേരെന്താണ്? രഞ്ജൻ സിംഗ്. അദ്ദേഹം താങ്കൾ പറയുന്നത് റെസ്ലേഴ്സിന് ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്ന ആളാണല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹം വളരെ ഉച്ചത്തിലാണ് പറയുന്നത്, പഞ്ചാബി പ്ലേ ബോയ് എന്ന്. ദി ഗ്രേറ്റ് ഖലി. താങ്കൾ ഒരു പ്രാവശ്യം സ്റ്റേജിൽ വെച്ച് പറഞ്ഞു, സ്റ്റേജിലുള്ളവരെല്ലാം ആ സമയത്ത് കിസ് ചെയ്യുകയാണെങ്കിൽ അത് അതായത് നിങ്ങളാണ് പറഞ്ഞത് ഞാൻ പഞ്ചാബി പ്ലേ ബോയ് ആണെന്ന്, എല്ലാവരെയും കിസ് ചെയ്യുന്നു എന്ന്. പിന്നെ എല്ലാവർക്കും അറിയാം, അതുകൊണ്ടാണ് എനിക്ക് പഞ്ചാബി പ്ലേ ബോയ് എന്ന് പേര് വന്നത്. താങ്കൾ എന്താണ് പറഞ്ഞത്? യുവജനങ്ങൾ ഈ ഫൈറ്റ് പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും, അതെ. അതിനോടൊപ്പം ഇതും പഠിക്കുകയാണെങ്കിൽ നന്നായിരിക്കും അല്ലേ? അല്ല, അത് ഒരു ഡിഫറൻ്റായ കാര്യമാണ്. അത് നിങ്ങളുടെ വീക്ഷണത്തിനനുസരിച്ചിരിക്കും. എനിക്ക് അവളുമായി നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു റിലേഷൻഷിപ്പുമില്ല, ഒന്നുമില്ല. എനിക്ക് അവരുമായി യാതൊരു ബന്ധവുമില്ല. ജനങ്ങൾ അതിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അല്ല, അത്രയേ ഉള്ളൂ. അവിടെ എന്താണോ ഇത് സംഭവിച്ചത് അതെല്ലാം ഒരേ പറയുകയാണെങ്കിൽ- രീതിയിൽ കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ കണ്ടോളൂ.